കഥയുണ്ടല്ലോ, നമ്മളൊരു നീണ്ടൊരു യാത്ര പോകുന്നു, ഒരു ഊട്ടി റൗണ്ട് ട്രിപ്പ്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടുന്ന് നേരെ കോഴിക്കോട് പോകും. കോഴിക്കോട് നിന്ന് താമരശ്ശേരി ചുരം വഴി കയറി നേരെ സുൽത്താൻ ബത്തേരി, പിന്നെ മുത്തങ്ങ ഫോറസ്റ്റ്. അവിടെ നിന്ന് നമ്മൾ നേരെ കർണാടകയിലോട്ട് കിടക്കും, അതായത് ഗുണ്ടൽപേട്ട്, ബന്ദിപ്പൂർ. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫോറസ്റ്റ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതുമലയാണ്. മുതുമല കൂടി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് മസിനഗുഡി, അതുവഴി. ഈ ട്രിപ്പിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്ന ഓരോ ചെക്ക് പോസ്റ്റും ഫോറസ്റ്റ് റേഞ്ചിലൂടെയാണ് കടന്നു പോകുന്നത്. അതാണ് ഈ ട്രിപ്പിന്റെ മെയിൻ വൈബ് എന്ന് പറയുന്ന സംഭവം. നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നല്ല, കോഴിക്കോട് നിന്നാണ്. നമ്മൾ ഈ വീഡിയോ മെയിൻ ആയിട്ട് 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. ചാനൽ ഇഷ്ടപ്പെട്ട് ഞാൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തുടങ്ങല്ലേ? മതം ഒരു 10 കിലോമീറ്റർ കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റൂം ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ നേരെ നമ്മൾ റൂമിലോട്ട് പോയി ഒന്ന് റെസ്റ്റ് എടുത്ത് നാളെ രാവിലെ എണിച്ചിട്ട് പോകാനാണ് പ്ലാൻ. ഇത് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത റൂമാണ്. കോഴിക്കോട് ബൈപ്പാസിൻ്റെ ടൗണിലോട്ട് കയറണ്ട, അതിന് മുന്നേ തന്നെ ആയിട്ട് നമ്മൾ ഇന്നലെ തന്നെ ഓയിലിന് ബുക്ക് ചെയ്താണ്. ഇവിടെ നമുക്കിനി ഏകദേശം ഒരു 3 മണിക്കൂറിനടുത്ത് സുൽത്താൻ ബത്തേരിക്ക് നമുക്ക് അടുത്ത സ്റ്റോപ്പ് വരുന്നത്. 3 അല്ല 2 മണിക്കൂർ സംതിങ് സമയം എടുക്കും. കണ്ടോ, ഇവിടെ നേരെ നമ്മൾ സുൽത്താൻ ബത്തേരിക്കാണ് പോകുന്നത്. അപ്പോൾ അടുത്ത മെയിൻ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ സുൽത്താൻ ബത്തേരിയാണ്. ഇപ്പം എങ്ങനെ പോവല്ലേ? ലേറ്റ് ആയിട്ട് വല്ലതും കഴിക്കാൻ വേണ്ടി നിർത്തിയാണ്. ഇത് കണ്ടോ, റവ കൊണ്ട് ഉണ്ടാക്കിയ ഒരു അടയാണ്. അതിൻ്റെ ഉള്ളിൽ പഴമൊക്കെ വെച്ചിട്ടുണ്ട്. അതാണ് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു കണ്ണൂരപ്പം മേടിച്ചിട്ടുണ്ടായിരുന്നു, അതും അടിപൊളിയായിരുന്നു. ചെറിയൊരു കടയാണ് കേട്ടോ, എല്ലാ സാധനവും ഉണ്ട്. അപ്പോൾ ഇപ്പോഴാണൊരു എനർജി വന്നത്. ചായ കുടിച്ചപ്പോഴേ ശരീരമൊക്കെ ഒന്ന് ഓണായി. നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്കിനി ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞാൽ സുൽത്താൻ ബത്തേരി എത്തും. ഇതുണ്ടോ, വേഴാമ്പലാണ്. 2 ഉണ്ട്, നേരെ നോക്കിയാൽ കാണാം. എന്തോ അവിടെ തിന്നുന്നുണ്ട് 2 കൂട്ടിട്ട്. ഇപ്പൊ ഒരെണ്ണം പറന്നുപോയി, നമ്മൾ പറഞ്ഞുകൊണ്ടോ. വേറെ എണ്ണം അതിന്റെ മേളിൽ തന്നെ ഇരിപ്പുണ്ട്. നമ്മളിപ്പോ താമരശ്ശേരി ചുരം കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു സ്പോട്ട് കണ്ടേ. വെറുതെ ഒന്ന് സൈഡാക്കിയാണ്, നല്ല വ്യൂ ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഇപ്പോ എവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ അറിയില്ല. ഇവിടെ തന്നെ ഒരു നല്ലൊരു കടയൊക്കെ ഉണ്ട്, ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ വിശക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് പിന്നെ മേളിൽ പോയി നിർത്താൻ വേണ്ടിയിട്ടാണ്. നമ്മളങ്ങനെ താമരശ്ശേരി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വരുന്ന വഴിയിൽ തന്നെ ഫസ്റ്റ് ഹെയർ പിന്നിന് മുന്നേ ആയിട്ട് തന്നെ ഒരു ലോറിയൊക്കെ ഇങ്ങനെ മറിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. മേളിലോട്ട് കയറുന്നവരുണ്ടല്ലോ, നമ്മൾ നേരത്തെ ബൈക്ക് നിർത്തിയില്ലേ, അവിടുത്തെ വ്യൂ കണ്ടോ, സൂപ്പർ ആയിട്ടില്ലേ? നമ്മളങ്ങനെ വയനാട് എത്തി. വയനാടിന്റെ ബോർഡർ നമ്മൾ കിടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് നമുക്കിനി അവിടെ നിർത്താനൊന്നുമില്ല. ഇനി അടുത്തത് സുൽത്താൻ ബത്തേരിയാണ് നമ്മുടെ ലൊക്കേഷൻ വെച്ചിരിക്കുന്നത്. നമ്മളങ്ങനെ ഫൈനലി സുൽത്താൻ ബത്തേരി എത്തി. നമുക്ക് ഇവിടുന്ന് റൈറ്റിലോട്ട് നേരെ വിട്ട് കഴിഞ്ഞാൽ നേരെ അടുത്തത് മുത്തങ്ങ ഫോറസ്റ്റ് ആണ്. സമയം ഏകദേശം ഒരു 9 മണിൻ്റെ അടുത്തായി. ഈ മുത്തങ്ങ റേഞ്ചിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും ഒരു കടയിൽ കയറി ഫുഡ് കഴിക്കണം. ചെറുതായിട്ട് വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്, കാരണം വീട്ടിലിരിക്കുമ്പോൾ കറക്റ്റ് ഒരു 8:30 സമയത്തൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട്. നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. നല്ല
ഒരു കട കണ്ടപ്പോൾ ഒന്ന് സൈഡാക്കിയാണ്. എന്തെങ്കിലും കഴിക്കണം കനത്തില്ലോ, കാരണം ഇനി അടുത്തത് ഊട്ടി പോയിട്ട് ഇനി കഴിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ ഒരു ഇടിയപ്പവും മുട്ടക്കറി മേടിച്ചിട്ടുണ്ട്, ഒരു ചായയും വന്നിട്ടുണ്ട്, ഒരു ഡബിൾ ഓംപ്ലേറ്റും മേടിച്ചിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്. അത് എത്ര നേരം വണ്ടി ഓടിച്ചിട്ട് ചെയ്യണം, കാലത്ത് നേരത്തെ എണീച്ചല്ലേ, അതിൻ്റെയൊക്കെ ആയിട്ട് വയറിന്ന് നല്ല ലോഡാക്കും. നമ്മളിപ്പോൾ മുത്തങ്ങ ഫോറസ്റ്റ് റേഞ്ചിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുത്തങ്ങ ഫോറസ്റ്റ് വയനാടിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. പിന്നെ ഇതിനടുത്ത് തന്നെയാണ് കർണാടകയിലെ ബന്ദിപ്പൂർ ടൈഗർ റിസർവും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ മുതുമല വനവും ചേർന്നിട്ടാണ് മുത്തങ്ങൻ്റെ അതിർത്തി പങ്കിടുന്നത്. കാടും വനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു റൂട്ട് തന്നെയായിരിക്കും അടിപൊളിയായിട്ടുള്ളത്. കാരണം ബെസ്റ്റ് റൂട്ടാണ്. ഇപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഇപ്പോൾ 1-2 മാനിനെയൊക്കെയാണ് കണ്ടു തുടങ്ങി. ഇനി ബന്ദിപ്പൂരിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതിനേക്കാളും അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ കർണാടകയുടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു, പിന്നെ കേരളം വിട്ടു, കഴിഞ്ഞ് മൊത്തം കർണാടകയാണ്. ബന്ദിപ്പൂരും ഗുണ്ടൽപേട്ടൊക്കെ കർണാടകയിൽ പെടും. ഞങ്ങളിപ്പോൾ ഉള്ളത് ഗുണ്ടൽപേട്ടാണ്. ഒരു പൂവിൻ്റെ ഒരു വിസ്മയം എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞാൽ പോലും പറ്റത്തില്ല. ഒരു 10-250 ഏക്കർ മൊത്തം ഇവര് ചെണ്ടുമല്ലി കൃഷി ചെയ്തിരിക്കുകയാണ്. പൂവെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അത്ര അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കത്താ ദൂരത്ത് മൊത്തം ഈ ഒരു ഓറഞ്ച് മയമാണ് മൊത്തത്തിൽ. അത് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യണ്ട. ഈ ഒരു സീസണിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പൂന്തോട്ടവും ഈ സംഭവങ്ങളെല്ലാം കാണാൻ പറ്റും. അപ്പോൾ ആരും മിസ് ചെയ്യണ്ട, പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നോളൂ. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണ്ടൽപേട്ട് ചെക്ക് പോസ്റ്റിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് വരും. ഗുണ്ടൽപേട്ട് എത്തിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും പാടങ്ങൾ മൊത്തം ഇങ്ങനെ ഓറഞ്ച് നിറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അധികം കഷ്ടപ്പെടേണ്ടി വരില്ല ലൊക്കേഷൻ തരാനായിട്ട്. നമ്മളങ്ങനെ അവസാനം ഗുണ്ടൽപേട്ടൊക്കെ കഴിഞ്ഞു. മൊത്തം പൂവിന്റെ വിസ്മയമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞാൽ മൊത്തം പൂവ് തന്നെയാണ് ഇപ്പോഴും വന്നോണ്ടിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, മൊത്തം സൂര്യകാന്തി. ഇപ്പൊ ഇവിടെയൊക്കെ സൂര്യകാന്തി കൂടുതലാണെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ ഇപ്പോൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിന്റെ കവാടത്തിലെത്തി. ഇവിടെ നിന്ന് ഇനി നേരെ നമുക്കിനി പോവാം. അടുത്ത സ്റ്റോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുതുമലയാണ്. അപ്പൊ ഇനി ബാക്കി ബന്ദിപ്പൂരിന്റെയും മുതുമലന്റെയും മസനഗുഡിന്റെയും ഊട്ടിന്റെ ഒക്കെ വീഡിയോ പാട്ടായിട്ട് ചെയ്യാന്ന് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.